അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ കഥയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ കഥയാണ്. എന്നാൽ കഥയിലേക്ക് പോകാം. അലൈഹിസ്സലാം മയുടെ ആദ്യജാതനും ഇസ്ലാമിലെ ഇസ്മായില്യരുടെ ദൂതനും പ്രവാചകനും സ്ഥാപകനുമാണ്. ഈ ലേഖനത്തിൽ നമ്മൾ ഇവയെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇസ്മായിൽ നബി അലൈഹിസ്സലാം മയുടെ ജീവിതകഥയും ഇസ്ലാമിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യവും. ആരായിരുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാം? ഇസ്മായിൽ നബി അലൈഹിസ്സലാം പുത്രനായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജർ ബിവിയും ഇസ്ലാമിൽ പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലാം കണക്കാക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവികൻ, അല്ലാഹുവിൻ്റെ സമർപ്പിതനായ ഒരു ദൂതനും. ഇസ്മായിൽ നബി അലൈഹിസ്സലാം മയുടെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രചോദനാത്മകമായ കഥകൾ ഖുറാനിൽ മാത്രമല്ല ക്രിസ്തുമതത്തിൻ്റെയും ജൂതമതത്തിൻ്റെയും മതഗ്രന്ഥങ്ങളിലും പരാമർശിക്കപ്പെടുന്നു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം മയുടെ ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നെങ്കിലും അദ്ദേഹം അല്ലാഹുവിൻ്റെ യഥാർത്ഥ ആരാധകനും ഇസ്മായിൽ നബി അലൈഹിസ്സലാം മയുടെ സ്നേഹനിധിയായ മകനുമായിരുന്നു. അല്ലാഹുവിനുവേണ്ടി സ്വയം ബലിയർപ്പിക്കാൻ സമ്മതിച്ചതോ വിശുദ്ധ കഅബയുടെ നിർമ്മാണ വേളയിൽ പിതാവിൻ്റെ അരികിൽ ഉണ്ടായിരുന്നതോ ആകട്ടെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇന്നത്തെ എല്ലാ മുസ്ലിങ്ങൾക്കും വരും തലമുറകൾക്കും ഒരു പ്രചോദനമാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം മയുടെ പ്രത്യേകത എന്തായിരുന്നു? പരിശുദ്ധ കഅബാലയം സ്ഥാപിച്ചത് ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആയിരുന്നു. അറബികളുടെ പിതാവും. വളരെ ചെറുപ്പം മുതൽ തന്നെ പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലാം തൻ്റെ ജീവിതം ഇസ്ലാം പ്രബോധനത്തിനും അല്ലാഹുവിൻ്റെ കൽപ്പനകൾ നിറവേറ്റുന്നതിനുമായി സമർപ്പിച്ചു. ഇസ്മായിൽ നബി ശിശുവായിരുന്നപ്പോൾ ഹാജർ ബിവിയും മരുഭൂമിയിൽ ഒറ്റയ്ക്ക് ഉപേക്ഷിക്കപ്പെട്ടതുമുതൽ അല്ലാഹുവിനുവേണ്ടി പിതാവിനെ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം മയെ ബലിയർപ്പിക്കാൻ അനുവദിച്ചതുവരെയും വിശുദ്ധ കഅബയുടെ അടിത്തറ പണിയുന്നതുവരെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇസ്ലാമിൻ്റെ സമർപ്പിത ദൂതനായി സ്വയം തെളിയിച്ചിട്ടുണ്ട്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം തൻ്റെ ജീവിതകാലം മുഴുവൻ മക്കയിൽ താമസിച്ചു. ഒരു ദിവസം പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, "ഓ ഇസ്മായിൽ, അല്ലാഹു എനിക്ക് ഒരു കൽപ്പന നൽകിയിരുന്നു." ഇസ്മായിൽ നബി അലൈഹിസ്സലാം ചോദിച്ചു, "നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യുക." ഇത് കേട്ടപ്പോൾ പിതാവ് ചോദിച്ചു, "നീ എന്നെ സഹായിക്കുമോ?" ഇസ്മായിൽ നബി മറുപടി പറഞ്ഞു, "ഞാൻ നിങ്ങളെ സഹായിക്കും." അപ്പോൾ ചുറ്റുമുള്ള പ്രദേശത്തേക്കാൾ ഉയർന്ന ഒരു കുന്നിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, "അല്ലാഹു എന്നോട് ഇവിടെ ഒരു വീട് പണിയാൻ കൽപ്പിച്ചിരിക്കുന്നു." സൂറത്ത് സഫാത്ത്. തുടർന്ന് പിതാവും മകനും ചേർന്നാണ് വിശുദ്ധ കഅബയുടെ അടിത്തറ പണിതത്. നിർമ്മാണ പ്രക്രിയയിലുടനീളം കല്ലുകൾ കൊണ്ടുവരുന്നതിനുള്ള ഉത്തരവാദിത്തം ഇസ്മായിൽ നബി അലൈഹിസ്സലാം കായിരുന്നു. അതേസമയം പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം അവ ഒന്നിനു മുകളിൽ ഒന്നായി വച്ചു. വിവരണങ്ങൾ അനുസരിച്ച് സ്ഥാപിച്ചിരിക്കുന്ന മാന്ത്രിക കല്ല് കൊണ്ടുവന്നത് ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആയിരുന്നു. മഖാം ഇബ്രാഹിം, ഇബ്രാഹിമിൻ്റെ സ്റ്റേഷൻ. ഈ സംഭവം വിവരിച്ചുകൊണ്ട് അല്ലാഹു ഖുറാനിൽ പറയുന്നു, ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിലിനൊപ്പം വീടിൻ്റെ അടിത്തറ ഉയർത്തിയ സന്ദർഭം ഓർക്കുക. ഇരുവരും ഇപ്രകാരം പ്രാർത്ഥിച്ചു, "ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ. തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്." അല്ലാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു. പിന്നെ അവർ രണ്ടുപേരും കഅബയെ പണിയുകയും ചുറ്റിനടക്കുകയും ചെയ്തു. "ഞങ്ങളുടെ നാഥാ, ഞങ്ങളിൽ നിന്ന് ഈ സേവനം സ്വീകരിക്കണമേ. തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്." സ്വഹീഹുൽ ബുഖാരി. മുസ്ലിം ഉമ്മ പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലാം യുടെ പിൻഗാമിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഠിപ്പിക്കലുകൾ പിന്തുടരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അല്ലാഹു പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലാം മയുടെ പേര് വിശുദ്ധ ഖുറാനിൽ 11 തവണ പരാമർശിക്കുകയും അദ്ദേഹത്തിന് ദബീഹുള്ള എന്ന പദവി നൽകുകയും ചെയ്തു, അതായത് ദൈവത്തിൻ്റെ ബലിയർപ്പണം. ഇസ്മായിൽ നബി അലൈഹിസ്സലാം മയുടെ അത്ഭുതങ്ങൾ. ഇസ്മായിൽ നബി അലൈഹിസ്സലാം മയുടെ ജീവിതം അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. അവയിൽ ചിലത് താഴെ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. സംസമിൻ്റെ അത്ഭുതം. ഒരു ദിവസം പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം ഉറക്കമുണർന്ന് ഭാര്യയോട് ചോദിച്ചു. ഹാജർ ബിവി തൻ്റെ മകനെ കൂട്ടി ഒരു നീണ്ട യാത്രയ്ക്ക് ഒരുങ്ങാൻ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം ഭാര്യ ഹാജറിനെയും മകൻ പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലാം യെയും കൂട്ടി യാത്ര ആരംഭിച്ചു. കുട്ടിക്ക് മുലയൂട്ടുന്നുണ്ടായിരുന്നു. മുലകുടി മാറിയിരുന്നില്ല. കൃഷിഭൂമിയിലൂടെയും മരുഭൂമിയിലൂടെയും മലനിരകളിലൂടെയും നടന്ന് അറേബ്യൻ ഉപദ്വീപിലെ മരുഭൂമിയിലെത്തി. കൃഷിയില്ലാത്ത ഒരു താഴ്വരയിലെത്തി. അവിടെ ഫലങ്ങളോ മരങ്ങളോ ഭക്ഷണമോ വെള്ളമോ ഒന്നും തന്നെയില്ല. ആ താഴ്വരയിൽ ജീവന്റെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ ഇബ്രാഹിം ഭാര്യയെയും കുട്ടിയെയും ഇറക്കാൻ സഹായിച്ചതിനുശേഷം അവർക്ക് 2 ദിവസത്തേക്ക് തികയാത്ത ഒരു ചെറിയ അളവിലുള്ള ഭക്ഷണവും വെള്ളവും നൽകി. അദ്ദേഹം തിരിഞ്ഞു നടന്നു. ഭാര്യ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടി ചോദിച്ചു, "ഈ തരിശു താഴ്വരയിൽ ഞങ്ങളെ ഉപേക്ഷിച്ച് അബ്രഹാം
നീ എവിടേക്കാണ് പോകുന്നത്? ബുഖാരി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവൾക്ക് ഉത്തരം നൽകിയില്ല, മറിച്ച് നടത്തം തുടർന്നു. അവൾ പറഞ്ഞത് ആവർത്തിച്ചു, പക്ഷേ അദ്ദേഹം മൗനം പാലിച്ചു. ഒടുവിൽ അദ്ദേഹം സ്വന്തം മുൻകൈയിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അല്ലാഹു ഇത് ചെയ്യാൻ അവനോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് അവൾ മനസ്സിലാക്കി. അവൾ അവനോട് ചോദിച്ചു, അല്ലാഹു നിങ്ങളോട് അങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചോ? അദ്ദേഹം മറുപടി പറഞ്ഞു, അതെ. അപ്പോൾ അദ്ദേഹത്തിന്റെ വലിയ ഭാര്യ പറഞ്ഞു, ഞങ്ങൾ നഷ്ടപ്പെടാൻ പോകുന്നില്ല, കാരണം നിങ്ങളോട് കൽപ്പിച്ച അല്ലാഹു ഞങ്ങളോടൊപ്പമുണ്ട്. ബുഖാരി. ഇബ്രാഹിം നബി സർവശക്തനായ അല്ലാഹുവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ രക്ഷിതാവേ, എന്റെ സന്തതികളിൽ ചിലരെ കൃഷിയില്ലാത്ത ഒരു താഴ്വരയിൽ നിന്റെ പവിത്രമായ ഭവനത്തിന് മക്കയിലെ കബയ്ക്ക് സമീപം ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ, അവർ പൂർണ്ണമായി പ്രാർത്ഥനകൾ നടത്തുന്നതിനും ഇഖാമത്ത് അസ്വലാത്ത് മനുഷ്യരിൽ ചിലരുടെ ഹൃദയങ്ങളെ അവരോടുള്ള സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നതിനും അല്ലാഹുവേ, അവർ നന്ദിയുള്ളവരായിരിക്കുന്നതിനും വേണ്ടി അവർക്ക് പഴങ്ങൾ നൽകേണമേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും ഞങ്ങൾ മറച്ചുവെക്കുന്നതും വെളിപ്പെടുത്തുന്നതും നീ അറിയുന്നു. ഭൂമിയിലോ ആകാശത്തോ ഉള്ള ഒന്നും അല്ലാഹുവിന് മറഞ്ഞിരിക്കുന്നില്ല. ഖുർആൻ 14:37-38. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലാം മയുടെ അമ്മയാണ് ആദ്യമായി അരക്കെട്ട് ധരിച്ചത്. സാറയിൽ നിന്ന് തന്റെ കാൽപ്പാടുകൾ മറയ്ക്കാൻ അവർ ഒരു അരക്കെട്ട് ഉപയോഗിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം യെയും അവർ മുലയൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കബയ്ക്ക് സമീപമുള്ള ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് പള്ളിയിലെ ഏറ്റവും ഉയർന്ന സ്ഥലമായ സംസം സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ആ ദിവസങ്ങളിൽ മക്കയിൽ ആരുമില്ലായിരുന്നു, വെള്ളവും ഉണ്ടായിരുന്നില്ല. അതിനാൽ അവരെ അവിടെ ഇരുത്തി അവരുടെ അടുത്ത് ഒരു തുകൽ സഞ്ചിയിൽ ഈത്തപ്പഴവും വെള്ളവും വച്ചിട്ട് വീട്ടിലേക്ക് പുറപ്പെട്ടു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം മയുടെ മാതാവ് അദ്ദേഹത്തെ പിന്തുടർന്ന് പറഞ്ഞു, ഓ അബ്രാഹാം, ഞങ്ങളെ ഈ അവസ്ഥയിൽ ഉപേക്ഷിച്ച് നീ എങ്ങോട്ടാണ് പോകുന്നത്? താഴ്വരെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയുമില്ലാത്തിടത്ത് ആസ്വദിക്കാൻ ഒന്നുമില്ലേ? അവൾ അത് പലതവണ അവനോട് ആവർത്തിച്ചു, പക്ഷേ അവൻ അവളെ തിരിഞ്ഞു നോക്കിയില്ല. എന്നിട്ട് അവൾ അവനോട് ചോദിച്ചു, അല്ലാഹു നിന്നോട് അങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ടോ? അവൻ പറഞ്ഞു, അതെ. എന്നിട്ട് അവൾ പറഞ്ഞു, എങ്കിൽ അവൻ നമ്മളെ അവഗണിക്കുകയില്ല എന്ന് പറഞ്ഞു. പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം മുന്നോട്ടു പോകുമ്പോൾ അവൾ മടങ്ങി. ബുഖാരി. തനിയിൽ എത്തിയപ്പോൾ അവർക്ക് കാണാൻ കഴിയാത്ത സ്ഥലത്ത് അദ്ദേഹം കബയെ അഭിമുഖീകരിച്ച് 2 കൈകളും ഉയർത്തി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ രക്ഷിതാവേ, എന്റെ സന്തതികളിൽ ചിലരെ കൃഷിയില്ലാത്ത ഒരു താഴ്വരയിൽ നിന്റെ വിശുദ്ധ ഭവനമായ മക്കയിലെ കബയുടെ അടുത്ത് ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവർ പൂർണ്ണമായി പ്രാർത്ഥന നടത്തട്ടെ. അതിനാൽ മനുഷ്യരിൽ ചിലരുടെ ഹൃദയങ്ങളെ അവരോടുള്ള സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. അല്ലാഹുവേ, അവർ നന്ദിയുള്ളവരായിരിക്കാൻ അവർക്ക് പഴങ്ങൾ നൽകണമേ. ഖുർആൻ 14:37. ഇബ്നു അബ്ബാസിന്റെ റളിയല്ലാഹു അൻഹു വിവരണം തുടരുന്നു, പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലമയുടെ അമ്മ പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലമിന് മുലയൂട്ടുകയും വെള്ളം കുടിക്കുകയും ചെയ്തു. തോലിലെ വെള്ളം തീർന്നപ്പോൾ അവർക്ക് ദാഹിക്കുകയും കുഞ്ഞിനും ദാഹിക്കുകയും ചെയ്തു. വേദനയോടെ അവർ അവനെ, പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലമയെ നോക്കാൻ തുടങ്ങി. അവനെ നോക്കുന്നത് സഹിക്കാൻ കഴിയാതെ അവൾ അവനെ ഉപേക്ഷിച്ചു. ആ ഭൂമിയിൽ അവൾക്ക് ഏറ്റവും അടുത്തുള്ള പർവ്വതമാണ് അസഫ പർവ്വതം എന്ന് അവൾ കണ്ടെത്തി. അവളും അതിൽ കയറി ആരെയെങ്കിലും കാണാൻ വേണ്ടി താഴ്വരയിലേക്ക് ഉറ്റുനോക്കാൻ തുടങ്ങി, പക്ഷേ ആരെയും കാണാൻ കഴിഞ്ഞില്ല. പിന്നെ അവൾ അസഫയിലേക്ക് ഇറങ്ങി. താഴ്വരയിലെത്തിയപ്പോൾ തന്റെ മേലങ്കി മടക്കിവെച്ച് കഷ്ടപ്പാടിലും കഴിയുന്ന ഒരു സ്ത്രീയെപ്പോലെ താഴ്വരയിലൂടെ ഓടി താഴ്വര കടന്ന് അൽമർവ പർവ്വതത്തിലെത്തി. അവിടെ അവൾ നിന്നുകൊണ്ട് ആരെയെങ്കിലും കാണാൻ പ്രതീക്ഷിച്ച് നോക്കാൻ തുടങ്ങി, പക്ഷേ ആരെയും കാണാൻ കഴിഞ്ഞില്ല. സഫയ്ക്കും മർവയ്ക്കും ഇടയിലുള്ള ആ ഓട്ടം അവൾ 7 തവണ ആവർത്തിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സജി ഹജ്ജ് തീർത്ഥാടന ചടങ്ങുകൾ തമ്മിലുള്ള ആളുകളുടെ യാത്രയുടെ അസഫ് അൽമർവ പാരമ്പര്യത്തിന്റെ ഉറവിടമാണിത്. അവൾ അവസാനമായി അൽമർവയിൽ എത്തിയപ്പോൾ ഒരു ശബ്ദം കേട്ടു. അവൾ സ്വയം നിശബ്ദയായിരിക്കാൻ ആവശ്യപ്പെട്ടു. ശ്രദ്ധയോടെ ശ്രദ്ധിച്ചു. അവൾ വീണ്ടും ആ ശബ്ദം കേട്ട് പറഞ്ഞു, ഓ, നിങ്ങൾ ആരായിരിക്കാം? നിങ്ങളുടെ ശബ്ദം എന്നെ കേൾപ്പിച്ചു. എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനുണ്ടോ? അപ്പോൾ ഇതാ സംസാമിന്റെ സ്ഥലത്ത് ഒരു മാലാഖ് തന്റെ കുതികാൽ കൊണ്ട് ഭൂമി കുഴിക്കുന്നത് അവൾ കണ്ടു. അല്ലെങ്കിൽ അവന്റെ ചിറകിൽ ആ സ്ഥലത്ത് നിന്ന് വെള്ളം ഒഴുകുന്നതുവരെ. അവൾ അതിനു ചുറ്റും ഒരു തടം പോലെ എന്തെങ്കിലും ഉണ്ടാക്കാൻ തുടങ്ങി. ഈ രീതിയിൽ തന്റെ കൈ ഉപയോഗിച്ച് അവൾ കൈകൾ കൊണ്ട് ജലാശയത്തിൽ വെള്ളം നിറയ്ക്കാൻ തുടങ്ങി. വെള്ളം അവൾ അതിൽ നിന്ന് കുറച്ച് കോരിയെടുത്തു പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർത്തു, അല്ലാഹു ഇസ്മായിൽ നബി അലൈഹിസ്സലമയുടെ മാതാവിന് കാരുണ്യം നൽകട്ടെ. സംസം നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ അവർ ഒഴുക്കിവിട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത് വെള്ളം നിറച്ചിരുന്നില്ലായിരുന്നെങ്കിൽ
വാട്ടർ സ്കിൻ സംസം ഭൂമിയുടെ ഉപരിതലത്തിൽ ഒഴുകുന്ന ഒരു അരുവി പോലെയാകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു, പിന്നെ അവൾ വെള്ളം കുടിക്കുകയും കുഞ്ഞിനെ മുലയൂട്ടുകയും ചെയ്തു. ദൂതൻ അവളോട് പറഞ്ഞു, അവഗണിക്കപ്പെടുമെന്ന് ഭയപ്പെടേണ്ട, കാരണം ഈ ആൺകുട്ടിയും അവന്റെ പിതാവും ചേർന്ന് നിർമ്മിക്കുന്ന അല്ലാഹുവിന്റെ ഭവനമാണിത്. അല്ലാഹു ഒരിക്കലും തന്റെ ജനതയെ അവഗണിക്കുന്നില്ല. ബുഖാരി. ത്യാഗത്തിന്റെ അത്ഭുതം. അല്ലാഹു ഖുർആനിൽ പറയുന്നു, തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഞാൻ എന്റെ രക്ഷിതാവിന്റെ അടുക്കലേക്ക് പോകുകയാണ്. അവൻ എനിക്ക് വഴി കാണിക്കും. എന്റെ രക്ഷിതാവേ, ഗ്രാൻ എന്റെ പിതാവേ, ഞാൻ സദ്വൃത്തരിൽപ്പെട്ടവനാണ്. അപ്പോൾ നാം അദ്ദേഹത്തിന് സഹനശീലനായ ഒരു ആൺകുട്ടിയെക്കുറിച്ചുള്ള സന്തോഷവാർത്ത അറിയിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തോടൊപ്പം നടക്കാൻ പ്രായമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കുഞ്ഞുമകനെ, ഞാൻ നിന്നെ അറുക്കുന്നതായി ഞാൻ സ്വപ്നത്തിൽ കാണുന്നു. അതിനാൽ നോക്കൂ, നീ എന്താണ് അഭിപ്രായപ്പെടുന്നത്? എന്റെ പിതാവേ, കൽപ്പിക്കപ്പെടുന്നതെന്തോ അത് ചെയ്യുക. ഇൻഷാ അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങൾ എന്നെ രോഗികളിൽ ഒരാളായി കണ്ടെത്തും. അങ്ങനെ അവർ രണ്ടുപേരും അല്ലാഹുവിന് കീഴ്പ്പെടുകയും അവൻ അവനെ അറുക്കാൻ വേണ്ടി നെറ്റിയിൽ കിടത്തുകയും ചെയ്തപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഓ ഇബ്രാഹിം, നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. തീർച്ചയായും അല്ലാഹുവിന് വേണ്ടി മാത്രം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അപ്രകാരം നാം പ്രതിഫലം നൽകുന്നു. തീർച്ചയായും അത് വ്യക്തമായ ഒരു പരീക്ഷണമായിരുന്നു. ഒരു വലിയ ബലി ആട് മുഖേന നാം അദ്ദേഹത്തിന് പ്രായശ്ചിത്തം നൽകുകയും ചെയ്തു. പിൽക്കാല തലമുറകളിൽ വരാനിരിക്കുന്ന അദ്ദേഹത്തിന് ഒരു സ്മരണിക നാം അവശേഷിപ്പിക്കുകയും ചെയ്തു. ഇബ്രാഹീമിന് സമാധാനം. തീർച്ചയായും മുഹ്സിനീന്മാർക്ക് നാം പ്രതിഫലം നൽകുന്നു. തീർച്ചയായും അദ്ദേഹം നമ്മുടെ വിശ്വാസികളായ ദാസന്മാരിൽ ഒരാളായിരുന്നു. 37:99-111. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പ്രവാചകൻ ഇബ്രാഹിം തന്റെ കൂടാരത്തിന് പുറത്ത് ഇരുന്ന് അല്ലാഹുവിന്റെ കൽപ്പനയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ജീവൻ അല്ലാഹുവിനോടുള്ള സ്നേഹവും വിശ്വാസവും നിമിത്തം ഒരു വശത്ത് ഹൃദയം ഭാരപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നുള്ള കണ്ണുനീർ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലമിന് തന്റെ ആദ്യജാതനായ ഇസ്മായിൽ പ്രവാചകനോടുള്ള സ്നേഹത്തെ ഓർമ്മിപ്പിച്ചു. തന്റെ സ്വപ്നത്തെക്കുറിച്ച് ഇസ്മായിൽ നബി അലൈഹിസ്സലമയോട് സംസാരിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീരുമാനിച്ചു. അദ്ദേഹം അനുസരണയോടെയും നിസ്വാർത്ഥമായും ധൈര്യത്തോടെയും തന്റെ പിതാവിനോട് സർവശക്തന്റെ ആഗ്രഹം നിറവേറ്റാൻ ഉപദേശിച്ചു. അങ്ങനെ അടുത്ത ദിവസം പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലമയും പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലമയും ഒരു കയറും കത്തിയും മാത്രം വഹിച്ചുകൊണ്ട് അറഫ സമതലത്തിലേക്ക് പോയി. മകൻ ബുദ്ധിമുട്ടാതിരിക്കാൻ ധീരനായ പിതാവ് അവന്റെ കൈകാലുകൾ കെട്ടിയിടുമ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം തന്റെ മകന്റെ കഷ്ടപ്പാടുകൾ കാണാതിരിക്കാൻ സ്വന്തം കണ്ണുകൾ മൂടിക്കെട്ടാൻ പ്രവാചകനോട് ആവശ്യപ്പെട്ടു. പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം തന്നോട് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അദ്ദേഹം കണ്ണുകെട്ടി കത്തിയെടുത്ത് അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ പറഞ്ഞു. എന്നിട്ട് ആ പ്രവൃത്തി ചെയ്തു. എന്നിരുന്നാലും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം കെട്ടിയപ്പോൾ അല്ലാഹു അത്ഭുതകരമായി തന്റെ മുന്നിൽ വച്ച ഒരു ആട്ടിൻകുട്ടിയാണ് താൻ ബലിയർപ്പിച്ചതെന്ന് അദ്ദേഹം കണ്ടെത്തി. പ്രവാചകൻ ഇസ്മായിൽ തന്റെ പിതാവിന്റെ അരികിൽ പരിക്കേൽക്കാതെ നിന്നു. ഇബ്നു കഥീർ ആദ്യം എന്തോ ഗുരുതരമായ തെറ്റ് സംഭവിച്ചുവെന്നും അല്ലാഹുവിന്റെ കൽപ്പന ലംഘിച്ചുവെന്നും പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം കരുതിയെങ്കിലും സർവശക്തൻ തന്റെ അനുയായികളെ പരിപാലിക്കുന്നുണ്ടെന്നും അദ്ദേഹം വിഷമിക്കേണ്ടതില്ലെന്നും ഒരു ശബ്ദം അദ്ദേഹത്തോട് പറഞ്ഞു. ഇസ്മായിൽ അലൈഹിസ്സലമയുടെ പ്രവാചകത്വം. ഇബ്രാഹിം നബി അലൈഹിസ്സലമയുടെ മകനായതിനാൽ അല്ലാഹു ഇസ്മായിൽ നബി അലൈഹിസ്സലമിന് പ്രവാചകത്വത്തിന്റെ കടമകൾ നൽകി. തന്റെ ജീവിതകാലം മുഴുവൻ പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലാം യമനിലെ അമാലിക്ക ജനതയെ നയിച്ചു. 50 വർഷത്തിലധികം പ്രവാചകത്വം ചിലവഴിച്ചത് അല്ലാഹുവിന്റെ ദിവ്യ സന്ദേശം വിഗ്രഹാരാധകർക്ക് എത്തിച്ചുകൊടുത്തുകൊണ്ടാണ്. ഖുർആനിൽ അല്ലാഹു പറയുന്നു, വേദപുസ്തകത്തിൽ ഇസ്മായിലിനെ പരാമർശിക്കുക. തീർച്ചയായും അദ്ദേഹം വാഗ്ദാനം ചെയ്തതിൽ സത്യസന്ധനായിരുന്നു. അദ്ദേഹം ഒരു ദൂതനും പ്രവാചകനുമായിരുന്നു. അദ്ദേഹം തന്റെ കുടുംബത്തോടും ജനതയോടും നമസ്കാരവും സകാത്തും കൽപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തി. 19:54-55. പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലാം എവിടെയാണ് ജനിച്ചത്? BC 1800 പലസ്തീൻ. മുമ്പ് കനാൻ നഗരത്തിൽ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലമയുടെയും രണ്ടാമത്തെ ഭാര്യ ഹാജർ ബിവിയുടെയും മകനായി ഇസ്മായിൽ അലൈഹിസ്സലാം ജനിച്ചു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലമയും സാറ ബിവിയും ഗർഭിണികളായില്ല. ഭർത്താവ് ഒരു കുഞ്ഞിനായി കൊതിക്കുകയും പ്രായമാകുകയും ചെയ്യുന്നത് കണ്ട സാറ അവരുടെ വേലക്കാരിയായ ഹാജറിനെ വിവാഹം കഴിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലമയോട് ഉപദേശിച്ചു. വിവാഹം കഴിഞ്ഞയുടനെ അല്ലാഹു അവർക്ക് സുന്ദരനായ ഒരു ആൺകുട്ടിയെ നൽകി അനുഗ്രഹിച്ചു, ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലമയുടെ ആഗ്രഹം അല്ലാഹു ഖുർആനിൽ പരാമർശിക്കുന്നു, എന്റെ രക്ഷിതാവേ,
എനിക്ക് ഒരു നീതിമാനായ സന്താനത്തെ നൽകേണമേ. തന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ആഗ്രഹത്തിന് ഉത്തരം നൽകിക്കൊണ്ട് അദ്ദേഹം അല്ലാഹു പറയുന്നു, അപ്പോൾ സഹനശീലനായ ഒരു മകനെക്കുറിച്ചുള്ള സന്തോഷവാർത്ത നാം അദ്ദേഹത്തിന് അറിയിച്ചു. 37,101 86 വയസ്സുള്ള പിതാവ് പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ആദ്യ മകന്റെ ജനനത്തിൽ അത്യധികം സന്തോഷിച്ചു. തന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ഒരു അത്ഭുതം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തതിന് അല്ലാഹുവിനോട് നന്ദി പറഞ്ഞു. പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലമയെ എവിടെയാണ് മറവ് ചെയ്തത്? ഇസ്ലാമിക ചരിത്രമനുസരിച്ച് പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലമിന് 12 ആൺമക്കളും നിരവധി പെൺമക്കളും ഉണ്ടായിരുന്നു. അവർ അല്ലാഹുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി അറേബ്യൻ ഉപദ്വീപിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറി. സൗദി അറേബ്യയിലെ മക്കയിൽ 130 അല്ലെങ്കിൽ 137 വയസ്സുള്ളപ്പോൾ പ്രവാചകൻ ഇസ്മായിൽ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ശവകുടീരത്തിനടുത്താണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത്. അമ്മ ഹജർ ബിവി മസ്ജിദ് അൽ ഹറാം. ഇബ്നു കതീർ. ഇസ്മായിൽ നബി അലൈഹിസ്സലമയുടെ ഭാര്യയുടെ പേര് എന്തായിരുന്നു? ഇസ്മായിൽ നബിക്ക് അമറ, ഹാലിയ എന്നീ 2 ഭാര്യമാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരേ സമയം അവരെ ഉണ്ടായിരുന്നില്ല. പകരം പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലാം അമറയെ വിവാഹമോചനം ചെയ്ത് ഹാലിയെ വിവാഹം കഴിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മായിൽ നബി അലൈഹിസ്സലമയുടെ ജീവിതകഥ ഇങ്ങനെ പറയുന്നു. പിന്നെ അവൾ ഹാജർ ബിവി വെള്ളം കുടിക്കുകയും തന്റെ കുഞ്ഞിനെ മുലയൂട്ടുകയും ചെയ്തു. ദൂതൻ അവളോട് പറഞ്ഞു, അവഗണിക്കപ്പെടുമെന്ന് ഭയപ്പെടേണ്ട, കാരണം ഇത് ഈ ആൺകുട്ടിയും അവന്റെ പിതാവും ചേർന്ന് നിർമ്മിക്കുന്ന അല്ലാഹുവിന്റെ ഭവനമാണ്. അല്ലാഹു ഒരിക്കലും തന്റെ ജനതയെ അവഗണിക്കുന്നില്ല. അക്കാലത്ത് ആ ഭവനം കാബ് ഒരു കുന്നിന് സമാനമായ ഒരു ഉയർന്ന സ്ഥലത്തായിരുന്നു. അരുവികൾ വരുമ്പോൾ അവ അതിന്റെ വലത്തോട്ടും ഇടത്തോട്ടും ഒഴുകി. ജുർഹും ഗോത്രത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ജുർഹുമിലെ ഒരു കുടുംബം ചിലർ കഥ വഴി വരുമ്പോൾ കടന്നുപോകുന്നതുവരെ അവൾ അവിടെ താമസിച്ചു. അവർ മക്കയുടെ താഴ്ഭാഗത്ത് വന്നിറങ്ങി. അവിടെ വെള്ളത്തിന് ചുറ്റും പറക്കുന്ന ഒരു പക്ഷിയെ കണ്ടു. അത് അതിനെ വിട്ടുപോകാതെ പറക്കുന്നു. അവർ പറഞ്ഞു, ഈ പക്ഷി വെള്ളത്തിന് ചുറ്റും പറക്കുന്നുണ്ടാകണം, പക്ഷേ ഈ താഴ്വരയിൽ വെള്ളമില്ലെന്ന് ഞങ്ങൾക്കറിയാം. അവർ 1-2 ദൂതന്മാരെ അയച്ചു. അവർ ഉറവിടം കണ്ടെത്തി വെള്ളം അവരെ വിവരം അറിയിക്കാൻ തിരിച്ചുവന്നു. അങ്ങനെ എല്ലാവരും വെള്ളത്തിനടുത്തേക്ക് വന്നു. ഇസ്മായിലിന്റെ അലൈഹിസ്സലാം മാതാവ് വെള്ളത്തിനരികിൽ ഇരിക്കുകയായിരുന്നു. അവർ അവളോട് ചോദിച്ചു, ഞങ്ങളെ നിങ്ങളോടൊപ്പം താമസിക്കാൻ അനുവദിക്കുമോ? അവൾ മറുപടി പറഞ്ഞു, അതെ, പക്ഷേ നിങ്ങൾക്ക് വെള്ളം കൈവശം വയ്ക്കാൻ അവകാശമില്ല. അവർ അതിന് സമ്മതിച്ചു. പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലമയുടെ മാതാവ് ഈ സാഹചര്യത്തിൽ സംതൃപ്തയായിരുന്നു. കാരണം അവർക്ക് ആളുകളുടെ കൂട്ടായ്മ ഇഷ്ടമായിരുന്നു. അതിനാൽ അവർ അവിടെ താമസമാക്കി. പിന്നീട് അവർ അവരുടെ കുടുംബങ്ങളെ വിളിച്ചുവരുത്തി അവരോടൊപ്പം താമസമാക്കി. അങ്ങനെ ചില കുടുംബങ്ങൾ അവിടെ സ്ഥിരതാമസമാക്കി. ആ കുട്ടി ഇസ്മായിൽ അലൈഹിസ്സലാം വളർന്നു വലുതായി. അവരിൽ നിന്ന് അറബി പഠിക്കുകയും അവൻ വളർന്നു വലുതാകുമ്പോൾ അവന്റെ ഗുണങ്ങൾ അവനെ സ്നേഹിക്കാനും അഭിനന്ദിക്കാനും അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അവൻ പ്രായപൂർത്തിയായപ്പോൾ അവർ അവരിൽ നിന്ന് ഒരു സ്ത്രീയെ അവന് വിവാഹം കഴിപ്പിച്ചു. ഇസ്മായിൽ നബി അലൈഹിസ്സലമയുടെ മാതാവ് മരണപ്പെട്ടതിനുശേഷം ഇസ്മായിൽ നബി അലൈഹിസ്സലമയുടെ വിവാഹത്തിനുശേഷം താൻ ഉപേക്ഷിച്ചുപോയ കുടുംബത്തെ കാണാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എത്തി. എന്നാൽ അവിടെ ഇസ്മായിൽ അലൈഹിസ്സലാം കണ്ടെത്താനായില്ല. ഇസ്മായിൽ നബി അലൈഹിസ്സലമയുടെ ഭാര്യയോട് അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞു, അദ്ദേഹം ഉപജീവനമാർഗം തേടിപ്പോയിരിക്കുന്നു. പിന്നീട് പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം അവരോട് അവരുടെ ജീവിതരീതിയെയും അവസ്ഥയെയും കുറിച്ച് ചോദിച്ചു. അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾ ദുരിതത്തിലാണ് ജീവിക്കുന്നത്, ഞങ്ങൾ കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലുമാണ് ജീവിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിന്റെ ഭർത്താവ് തിരിച്ചുവന്നാൽ എന്റെ സലാം അദ്ദേഹത്തിന് അറിയിക്കുകയും വീടിന്റെ ഉമ്മരപ്പടി മാറ്റാൻ പറയുകയും ചെയ്യുക. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വന്നപ്പോൾ എന്തോ ഒരു അസാധാരണത്വം തോന്നിയതുപോലെ തോന്നി. അതുകൊണ്ട് അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു, ആരെങ്കിലും നിന്നെ സന്ദർശിച്ചിട്ടുണ്ടോ? അവൾ മറുപടി പറഞ്ഞു, അതെ. അത്തരമൊരു വിവരണമുള്ള ഒരു വൃദ്ധൻ വന്ന് നിങ്ങളെക്കുറിച്ച് എന്നോട് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം ഞങ്ങളുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് ചോദിച്ചു. ഞങ്ങൾ കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലുമാണ് ജീവിക്കുന്നതെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ചോദിച്ചു, അദ്ദേഹം നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം നൽകിയോ? അവൾ പറഞ്ഞു, അതെ. അവൻ എന്നോട് തന്റെ അഭിവാദ്യം നിങ്ങൾക്ക് അറിയിക്കാനും നിങ്ങളുടെ കവാടത്തിന്റെ ഉമ്മരപ്പടി മാറ്റാൻ പറയാനും പറഞ്ഞു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ പിതാവാണ് നിന്നെ വിവാഹമോചനം ചെയ്യാൻ എന്നോട് കൽപ്പിച്ചത്. നിന്റെ കുടുംബത്തിലേക്ക് മടങ്ങുക. പിതാവിന്റെ ഉപദേശം സ്വീകരിച്ച ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവരെ അമർ വിവാഹമോചനം ചെയ്യുകയും അവരിൽ നിന്ന് മറ്റൊരു സ്ത്രീയെ ജുർഹും വിവാഹം കഴിക്കുകയും ചെയ്തു. അല്ലാഹുവിന്റെ ദൂതൻ തുടർന്നു. പിന്നെ അല്ലാഹു ഉദ്ദേശിച്ചിടത്തോളം കാലം ഇബ്രാഹിം നബി അവരിൽ നിന്ന് അകന്നു നിൽക്കുകയും വീണ്ടും അവരെ വിളിക്കുകയും ചെയ്തു. പക്ഷേ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കണ്ടെത്താനായില്ല. അങ്ങനെ അദ്ദേഹം ഇസ്മായിൽ നബി യുടെ ഭാര്യയുടെ അടുക്കൽ ചെന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലമയെക്കുറിച്ച് ചോദിച്ചു.
ഹാലിയ പറഞ്ഞു, അയാൾ ഇസ്മായിൽ നമ്മുടെ ഉപജീവനമാർഗം തേടിപ്പോയിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരുടെ ഭക്ഷണത്തെയും ജീവിതത്തെയും കുറിച്ച് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ പോകുന്നു? അവൾ മറുപടി പറഞ്ഞു, ഞങ്ങൾ സമ്പന്നരും സുഖമായിരിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാം സമൃദ്ധമായി ഉണ്ട്. എന്നിട്ട് അവൾ അല്ലാഹുവിന് നന്ദി പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു, നീ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത്? അവൾ പറഞ്ഞു, മാംസം. ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചു, നീ എന്താണ് കുടിക്കുന്നത്? അവൾ പറഞ്ഞു, വെള്ളം. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, അവരുടെ മാംസത്തിനും വെള്ളത്തിനും നീ അനുഗ്രഹം നൽകേണമേ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസലാം കൂട്ടിച്ചേർത്തു, അന്ന് അവർക്ക് ധാന്യമില്ലായിരുന്നു. അവർക്ക് ധാന്യമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അല്ലാഹുവിനോട് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുമായിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഒരാളുടെ ഉപജീവനമാർഗമായി ഉള്ളൂവെങ്കിൽ, അയാൾ മക്കയിൽ താമസിക്കുന്നില്ലെങ്കിൽ അയാളുടെ ആരോഗ്യത്തെയും സ്വഭാവത്തെയും അത് സാരമായി ബാധിക്കും. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലമയുടെ ഭാര്യയോട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് വരുമ്പോൾ അദ്ദേഹത്തിന് എന്റെ സലാം പറയുകയും അദ്ദേഹത്തിന്റെ കവാടത്തിന്റെ വാതിൽപ്പടി ഉറപ്പിച്ചു നിർത്താൻ പറയുകയും ചെയ്യുക. ഇസ്മായിൽ നബി അലൈഹിസ്സലാം തിരിച്ചുവന്നപ്പോൾ ഭാര്യയോട് ചോദിച്ചു, ആരെങ്കിലും നിന്നെ വിളിച്ചോ? അവൾ മറുപടി പറഞ്ഞു, അതെ, ദരനായ ഒരു വൃദ്ധൻ എന്റെ അടുക്കൽ വന്നു. അവൾ അവനെ പ്രശംസിച്ചു. അയാൾ നിങ്ങളെക്കുറിച്ച് ചോദിച്ചു. ഞങ്ങൾ നല്ല നിലയിലാണെന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, അദ്ദേഹം നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം നൽകിയോ? അവർ പറഞ്ഞു, അതെ, അദ്ദേഹം എന്നോട് നിങ്ങളോട് ആശംസകൾ അറിയിക്കാനും നിങ്ങളുടെ കവാടത്തിന്റെ വാതിൽപ്പടി ഉറപ്പിച്ചു നിർത്താനും കൽപ്പിക്കാനും പറഞ്ഞു. ഇതിന് ഇസ്മായിൽ അലൈഹിസ്സലാം പറഞ്ഞു, അദ്ദേഹം എന്റെ പിതാവായിരുന്നു. നിങ്ങൾ കവാടത്തിന്റെ കവാടമാണ്. നിങ്ങളെ എന്റെ കൂടെ നിർത്താൻ അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച പ്രവാചകൻ ആരാണ്? ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പ്രകാരം ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലമയുടെ പ്രവാചകത്വം 950 വർഷത്തിലേറെ നീണ്ടുനിന്നതായി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. അദ്ദേഹം അവർക്കിടയിൽ 1000 വർഷം 50 വർഷം കുറവായി കഴിച്ചുകൂട്ടി. 29:14. എന്നിരുന്നാലും ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിന്റെ കാര്യത്തിൽ ഒരു അഭിപ്രായ വൈരുദ്ധ്യമുണ്ട്. ഇബ്നു അബീദുന്യ അസുഹ്തിൽ നമ്പർ 358 അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു യിൽ നിന്ന് തന്റെ ഇസ്നദിലൂടെ ഇങ്ങനെ ഉദ്ധരിക്കുന്നു, മരണത്തിന്റെ ദൂതൻ നൂഹ് നബി അലൈഹിസ്സലമയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, ഓ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നവനെ, ഈ ലോകവും അതിന്റെ സുഖങ്ങളും നിങ്ങൾ എങ്ങനെ കണ്ടെത്തി? അദ്ദേഹം പറഞ്ഞു, 2 വാതിലുകളുള്ള ഒരു മുറിയിൽ പ്രവേശിച്ച് മുറിയുടെ മധ്യത്തിൽ ഒരു നിമിഷം നിന്നിട്ട് മറ്റേ വാതിലിലൂടെ പുറത്തേക്ക് പോയതുപോലെ. മറുവശത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും, അതനുസരിച്ച് നൂഹ് നബി അലൈഹിസ്സലാം 1050 വർഷം ജീവിച്ചു.